കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ ദൈവം നൽകി തന്ന ഈ അനുഗ്രഹീതമായ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ മരുഭൂമിയിൽ ദൈവം നമ്മെ പരിപാലിക്കുന്ന വിധങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഉള്ള സ്ഥലപരിമിതി എല്ലാവരും സഹകരിച്ച് ഇരുന്ന് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ 16 വർഷങ്ങൾക്ക് മുൻപേ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാനുള്ള ഭാഗ്യം ദൈവം എന്റെ ജീവിതത്തിൽ തന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാനായിട്ട് എനിക്കിടയാകുന്നത്. ഇന്ന് രാത്രിയിൽ എന്റെ ഭവനത്തിൽ ദൈവം പ്രവർത്തിച്ച ചില അത്ഭുതങ്ങൾ സാക്ഷിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വേളയിൽ എന്റെ വീട്ടിൽ എന്നെ ശക്തമായി എതിർത്ത ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സുകുമാരൻ എന്നാണ്, സുകുമാരക്കുറുപ്പല്ല. ഞാൻ ഈ കർത്താവിനെ സ്വീകരിച്ച ആ രക്ഷയുടെ മാർഗത്തെ അംഗീകരിക്കുവാൻ അദ്ദേഹത്തിന് ഒട്ടും കഴിഞ്ഞില്ല. ഞാൻ മുഖാന്തരം ഞങ്ങളുടെ വീടിന് ഇല്ലാതിരുന്ന എന്തോ അഭിമാനക്ഷതം ഉണ്ടായി എന്നുള്ള ചിന്തയാണ് തന്നെ ഭരിച്ചിരുന്നത്. വളരെ കോപാകുലനായിരുന്ന എന്റെ ജ്യേഷ്ഠനോട് സുവിശേഷത്തിന്റെ ആവേശത്താൽ ഒരു പ്രഭാതവേളയിൽ ഞാൻ എന്റെ ജ്യേഷ്ഠനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ വിശ്വാസത്തിൽ വന്നത് മുഖാന്തരം തനിക്ക് വലിയ അപമാനം, നാണക്കേട് വരുത്തിയെന്ന് ഒരു മിഥ്യാബോധത്തിലിരിക്കുന്ന എന്റെ ജ്യേഷ്ഠനോട് ഞാൻ സുവിശേഷം കൂടി പറഞ്ഞപ്പോൾ താൻ ഒരു സ്ഫോടനമായി മാറിയ സ്വാഭാവികമാണ്. പിന്നെ തന്റെ വായിൽ വന്നതൊക്കെ ആ ചൂടിൽ താൻ വിളിച്ചു പറഞ്ഞു. താൻ വളരെ ശക്തമായി എന്നെ എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, സുവിശേഷത്തെ എതിർക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. സുവിശേഷത്തെ എതിർക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഇത് ദൈവത്തിൻ്റെതാണ്, ദൈവം ശിക്ഷിക്കുമെന്ന് ഞാൻ എന്റെ ജ്യേഷ്ഠനോട് പറയുകയുണ്ടായി. എന്റെ ജ്യേഷ്ഠൻ ഉടനെ അതിനെ പ്രത്യുത്തരമായിട്ട് എന്നോട് പറഞ്ഞത്, നിന്റെ ദൈവത്തിന് അത്ര വലിയ ശക്തി ഉണ്ടെങ്കിൽ ഒരു ശിക്ഷ എനിക്ക് വരുത്തട എന്നുള്ളൊരു വെല്ലുവിളിയായിരുന്നു. ഞാൻ പരാജയപ്പെടുകയും എന്റെ ജ്യേഷ്ഠൻ ജയിക്കുകയും ചെയ്ത ഒരു ദിനമായിരുന്നു അന്ന്. ഞാൻ എന്റെ വീട്ടിൽ നിന്നും വളരെ ദുഃഖത്തോടുകൂടി ഇറങ്ങി നടക്കുന്ന വേളയിൽ സുവിശേഷത്തിന് ശക്തിയുണ്ടെങ്കിൽ, എന്റെ ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ ഒരു ശിക്ഷ വരുത്തുവാനായിട്ട് പറഞ്ഞ എന്റെ ജ്യേഷ്ഠന്റെ വാക്കുകളിൽ എനിക്ക് ആഴമായ ദുഃഖമുണ്ടായി. ഇന്നായിരുന്നെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. അന്ന് ഞാൻ ഇങ്ങനെ ചെയ്തു പോയി. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ജ്യേഷ്ഠന്റെ ആഗ്രഹമല്ലേ, ഒരെണ്ണം ഒന്ന് വരുത്തണമേ, വരുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്റെ ആദ്യത്തെ രോഗശാന്തി ശുശ്രൂഷയാണ്. എന്റെ ജ്യേഷ്ഠന്റെ ആഗ്രഹം ഫലിച്ചു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്റെ ജ്യേഷ്ഠന്റെ ചങ്കിനൊരു വേദന ആരംഭിച്ചു. അദ്ദേഹത്തെ ചെറിയ ഡിസ്പെൻസറികളിൽ കൊണ്ടുപോയി രക്ഷയില്ലാതെ വന്നപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്റെ ജ്യേഷ്ഠനെ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങളുടെ കുടുംബ ചരിത്രത്തിൽ രോഗം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ വരെ പോകേണ്ടി വന്ന ഏക വ്യക്തി ഞാൻ ഈ സംസാരിക്കുന്ന സെക്കൻഡ് വരെ അദ്ദേഹമാണ്. അത്ഭുതകരമായിട്ട് എന്റെ ജ്യേഷ്ഠൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി. പക്ഷെങ്കിൽ തന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, തന്റെ നിറം നഷ്ടപ്പെട്ടു, തന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. കണ്ണുകൾ കുഴിഞ്ഞ് ആരോഗ്യം നഷ്ടപ്പെട്ട് ഒരു അസ്ഥിമഞ്ജരമായി എന്റെ ജ്യേഷ്ഠൻ തന്റെ വീട്ടിൽ കടന്നു വന്നു. ഞാൻ എന്റെ ജ്യേഷ്ഠനെ കാണുവാൻ പോയ രംഗം ഓർക്കുന്നു. വളരെ പശ്ചാത്താപത്തോടുകൂടിയാണ് ഞാൻ എന്റെ ജ്യേഷ്ഠന്റെ കിടക്കയുടെ അടുക്കൽ നിന്നത്. എന്റെ ആ പ്രാർത്ഥനയും ചിന്തയും തികച്ചും തെറ്റായിപ്പോയി എന്നുള്ള ബോധം എന്നെ ശക്തമായി ഭരിച്ചിരുന്നു. പക്ഷെങ്കിൽ എന്റെ ജ്യേഷ്ഠന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എടാ, ഈ ഉപദേശിമാരെ എല്ലാം അടിച്ച് ഭാരതത്തിന് പുറത്താക്കാതെ ഈ നാട് നന്നാകാൻ പോകുന്നില്ലെന്ന്
എന്റെ ജ്യേഷ്ഠൻ. എനിക്ക് വലിയ അത്ഭുതം തോന്നി. ചിലരെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ശിക്ഷ അനുഭവിച്ചാലും മാനസാന്തരത്തിലേക്ക് അത് നയിക്കണമെന്നില്ല. കാൽവറിയിലെ ക്രൂശിന്റെ സ്നേഹമാണ് ജീവിതങ്ങളെ ഏതൊൽക്കാലങ്ങളിൽ രൂപാന്തരപ്പെടുത്തുന്നത്. ശിക്ഷ ഒരാളെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുമായിരുന്നെങ്കിൽ ഇവിടെ തന്നെ എത്ര എണ്ണം ദൈവത്തിന്റെ കരം ഭാരമായിട്ട് അത് പിശാചാണെന്ന് പറഞ്ഞും സാധാരണയാണെന്നും പറഞ്ഞ് ഒഴിഞ്ഞ് പിന്നെയും അടിമേടിച്ച് കിടക്കുന്നു. ഞാൻ എന്റെ ജ്യേഷ്ഠനോട് പിന്നെ ഒന്നും സംസാരിച്ചില്ല. ഞാൻ അവിടുന്ന് ശാന്തമായി ഇറങ്ങിപ്പോയി. പക്ഷെങ്കിൽ എന്റെ ജ്യേഷ്ഠന്റെ വാക്കുകൾ ദൈവം ശ്രദ്ധിച്ചു. എന്റെ ജ്യേഷ്ഠന് പിന്നെ ആ വീട്ടിൽ പാർക്കുവാനായിട്ട് തോന്നിയില്ല. അദ്ദേഹം ആ വീട് വിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. താനിത് വിറ്റു. വാങ്ങിയതാകട്ടെ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന പെന്തക്കോസ്റ്റ് വിഭാഗം. അവിടെ അവർ വാങ്ങിയത് ഒരാളെ അവിടെ പാർപ്പിക്കുവാനല്ല, അതൊരു ആരാധനാലയത്തിന് വേണ്ടിയായിരുന്നു. ഒരു കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും അവിടെ പാർപ്പിച്ചുകൊണ്ട് എന്റെ ജ്യേഷ്ഠന്റെ ഭവനം ഒരു ആരാധനാലയമായി മാറി. പിൽക്കാലങ്ങളിൽ അവിടെ മനോഹരമായൊരു ഹോള് തീരുകയും പാസ്റ്റർ പി ഡി ജോൺസൺ വന്ന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. എന്റെ ജ്യേഷ്ഠൻ അവിടുന്ന് സ്ഥലം വിറ്റിട്ട് ഒരു 6-7 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് പോയി സ്ഥലം വാങ്ങി താമസമായി. ഉപദേശിമാരെ അടിച്ചോടിക്കണമെന്ന് എന്റെ ജ്യേഷ്ഠൻ ഏത് വീട്ടിൽ നിന്ന് പറഞ്ഞുവോ അവിടെ തന്നെ ഉപദേശിമാരുടെ ഭവനമായി തീരുവാൻ, ഉപദേശിമാർ പാർക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. ആ കാലങ്ങളിൽ ഞാൻ എന്റെ ജ്യേഷ്ഠന് കത്തുകൾ എഴുതുമായിരുന്നു. ആ കത്തുകളുടെ വിഷയം മാനസാന്തരപ്പെടണമെന്നും മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ ദൈവം വാളിനെ മൂർച്ച കൂട്ടുമെന്നുമുള്ള വാക്യങ്ങളെയൊക്കെ കോട്ട് ചെയ്തായിരുന്നു ഞാൻ എന്റെ ജ്യേഷ്ഠന് കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നത്. ആ സന്ദർഭത്തിൽ എന്റെ ജ്യേഷ്ഠൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ മതത്തിന്റെ പേരിൽ ജനങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നത് കൊണ്ട് ഇത് നിന്നെ പോലീസിൽ കയറ്റെങ്കിൽ മാത്രമേ നിന്റെ അഹങ്കാരം ഒതുകത്തുള്ളെങ്കിൽ അത് ഞാൻ ചെയ്യും എന്നെ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു. എനിക്ക് ചിരി തോന്നി. ഞാൻ വള്ളി നിക്കറും വിട്ട് നടക്കുന്ന കാലത്ത് പോലീസ് സ്റ്റേഷൻ എറിയാൻ പോയിട്ടുണ്ട്, കല്ലെറിയാൻ പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 9-10 വയസ്സൊക്കെ ഉള്ള സമയം. കോട്ടയം ഇല്ലിക്കൽ ഒരു യോഗം നടക്കുകയാണ്. അതിന്റെ സംഘാടകൻ ഒരു റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. ഞാൻ എന്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്നിരുന്ന പോലീസ് ഇൻസ്പെക്ടർ ഞാനായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ പിന്നെ കർത്താവിനെ സാക്ഷിപ്പാൻ ദൈവം പിൽക്കാലങ്ങളിലിടയാക്കി. അങ്ങനെ എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞപ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നിയത്. എന്നാൽ എന്റെ ജ്യേഷ്ഠന്റെ വാക്കുകൾ തനിക്ക് വീണ്ടും കണിയായി മാറി. തനിക്ക് 2 കേസുകൾ ഉണ്ടായി. താൻ നിരപരാധിയായിരുന്നെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്ത 2 കേസുകളിൽ താൻ കുടുങ്ങി. സ്വന്തം അനിയനാണെങ്കിലും സഹോദരനാണെങ്കിലും ദൈവസന്നിധിയിൽ ദൈവദാസന്മാർ വിലയേറിയതാണ്. അവർക്കെതിരായിട്ടുള്ള എല്ലാ ചലനങ്ങളെയും സ്വർഗം കണക്കിലെടുത്ത് ന്യായം വിധിച്ച് നന്നായി പഠിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ അനുഭവങ്ങൾ ഒന്നും എന്റെ ജ്യേഷ്ഠനെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്നില്ല. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപേ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു നേർച്ച തനിക്ക് തന്റെ മകനുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പാർത്തുകൊണ്ടിരുന്ന മുണ്ടിപ്പള്ളി സാരൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ പാഴ്സനേജിൽ വന്നു. ഇതൊക്കെയാണെങ്കിലും ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വളരെ ദൃഢമായിരുന്നു. ഞങ്ങളുടെ വിശ്വാസ വിഷയങ്ങൾ തമ്മിൽ ഞങ്ങൾക്ക് അജഗജാന്തര വ്യത്യാസമുണ്ടായിരുന്നു, പരസ്പര ചർച്ചകളുണ്ടായിരുന്നു, എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സഹോദര ബന്ധങ്ങളൊന്നും ഉലയപ്പെട്ടിരുന്നില്ല. വേർപാട് എന്നുള്ള പദം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ആരോടും മിണ്ടാതെ, ആരെയും തൊടാതെ, എല്ലാത്തിൽ നിന്നും അകന്ന് അവസാനം ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കണമെന്നല്ല. വേർപാടെന്ന പദം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പാപവും ദുരുപദേശവും നമ്മളിൽ കയറാതിരിപ്പാനും കയറുവാൻ സാഹചര്യം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ശത്രുവിനെ പോലും സ്നേഹിക്കുവാൻ പഠിപ്പിച്ച ക്രിസ്തു അത് നാം ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് പലരെയും നമുക്ക് ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയാതിരിക്കുന്നത്. ചില മാസങ്ങൾക്ക് മുൻപ് ഞാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിലിരുന്ന ഒരു സ്നേഹിതനോട് ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് സ്നാനപ്പെട്ട ചില അച്ഛന്മാരായ സഹോദരന്മാരും
ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ഈ സുവിശേഷം അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അയാൾ എല്ലാം എതിർക്കുകയാണ്. എനിക്ക് മനസ്സിലായി, പറയുന്ന വാക്കുകളെക്കാൾ അധികം അദ്ദേഹത്തിന് ഏതോ കൈപ്പേറിയ ഒരു അനുഭവമുണ്ട്. ഞങ്ങൾ ആ ക്യാബിന്റെ പുറകിൽ ഞങ്ങൾ തമ്മിൽ പേഴ്സണലായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉപദേശി, 20 വർഷം മുൻപ് എന്റെ അമ്മ നിങ്ങൾ ഈ പറയുന്ന വിശ്വാസത്തിൽ വന്നതാണ്. അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ നഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങളെ കാണണ്ട, അവരുടെ ആൾക്കാരെ മതി. ഞങ്ങളൊക്കെ പുറജാതികളെ പോലെയും നരകസന്തതികളായിട്ടാണ് ഞങ്ങളോട് ഇടപെടുന്നത്. അമ്മയുടെ ആൾക്കാർ വരുമ്പോൾ സ്നേഹം ഒന്ന് കാണേണ്ടത് തന്നെതാണ്. വി ഹേറ്റ് ദിസ് റിലിജിയൻ എന്ന് അദ്ദേഹം എന്നോട് എന്നെ ആഴമേറിയ ഒരു ചിന്ത അവിടെ വെച്ച് പഠിപ്പിക്കുകയായിരുന്നു. ആ അമ്മയുടെ അതിഭക്തി യേശുവിനെ സ്വീകരിച്ചപ്പോൾ തന്റെ മക്കളോട് തനിക്ക് കൂടുതൽ സ്നേഹമുണ്ടാക്കണമായിരുന്നു. അത് ചെയ്യാതെ ഒരു റിലീജിയസ് സൈഡിലേക്ക്, ഒരു എന്തോ അതിന് പറയുന്നത്, ഒരു പരീക്ഷ നിലയിലേക്ക് വളർന്നതുകൊണ്ട് ആ മക്കളെ നേടുവാനായി കഴിഞ്ഞു. നിങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, നല്ലത് തന്നെ. നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, ചാർച്ചക്കാർ ഈ അനുഭവത്തിൽ വരാത്തവരുണ്ടായിരിക്കും. നിങ്ങൾക്ക് മുൻപ് അവരോടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം അവരോടുണ്ടായിരിക്കുക എന്നുള്ളതാണ് അവരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ പറ്റിയ മാർഗങ്ങളിൽ ഒന്ന്. അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ യേശുവിന്റെ മാർഗത്തിൽ നിന്ന് നമ്മൾ വേർപെടുകയാണ് എന്നുള്ള കാര്യം മറക്കരുത്. വേർപാട് 2 നിലയിലുണ്ട്. ഒന്ന് ദൈവത്തിന് വേണ്ടിയുള്ള വേർപാട്, മറ്റ് ദൈവത്തിൽ നിന്നുള്ള വേർപാട്. ഈ രണ്ടാമത്തേതാണ് ഇന്ന് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. എന്റെ ജ്യേഷ്ഠനും ഭവനവും എന്റെ ജ്യേഷ്ഠത്തെയും കുഞ്ഞുങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ വന്നു. സുവിശേഷം പറയുന്നതുകൊണ്ട് അർത്ഥമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പല കാര്യങ്ങളും ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുൻപേ ഞാൻ എന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ബൈബിൾ വിശ്വസിക്കുന്നു, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഇതൊരു അബദ്ധമായ മാർഗമായിരുന്നെങ്കിൽ, എന്റെ ഈ 16 വർഷത്തെ അനുഭവത്തിൽ ഇതൊരു അബദ്ധമായിരുന്നെങ്കിൽ, എന്റെ സ്വന്തം ഭാര്യയും എന്റെ മക്കളും ഈ മാർഗത്തിൽ നിൽക്കുവാൻ ഞാൻ അനുവദിക്കുമോ? എന്റെ സ്വന്തം അമ്മയും എന്റെ സ്വന്തം സഹോദരിയും ഈ വിശ്വാസത്തിൽ നിൽക്കുവാൻ ഞാൻ സമ്മതിക്കുമോ? അല്ല, എന്റെ ജ്യേഷ്ഠനും കുടുംബവും ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നുവോ എന്ന് മാത്രം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അന്ന് രാത്രിയിൽ അദ്ദേഹം അത് വളരെ ആഴമായി ചിന്തിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജ്യേഷ്ഠൻ ഉറങ്ങിയോ സംശയമാണ്. രാവിലെ ഞങ്ങളുടെ ഹാള് തുറന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ജ്യേഷ്ഠൻ എന്റെ അടുക്കലേക്ക് പതുക്കെ വന്നു. അദ്ദേഹത്തിന്റെ വരവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. എന്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, യേശു ക്രിസ്തുവിനെ ഞാൻ എങ്ങനെയാണ് രക്ഷിതാവായി സ്വീകരിക്കേണ്ടത്? എനിക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നി. 16 വർഷത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി, അനേക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ മറുപടി ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുകയാണ്. ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ എന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മുട്ടുകുത്താൻ പറഞ്ഞു. ഒരു ശിശുവിനെ പോലെ എന്റെ ജ്യേഷ്ഠൻ മുട്ടുകുത്തി. യേശുവിനെ സ്വീകരിക്കുന്ന വിധങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്റെ ജ്യേഷ്ഠനിൽ വലിയ വിപ്ലവാത്മകമായ മാറ്റമുണ്ടായി. എന്റെ ജ്യേഷ്ഠൻ സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു. ആരും തന്നോട് സ്നാനപ്പെടണമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെങ്കിൽ താൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. താൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചപ്പോൾ എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ പ്രശ്നമായി. വളരെ ശാന്ത സ്വഭാവക്കാരിയായിരുന്ന എന്റെ ജ്യേഷ്ഠത്തി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ സ്നാനപ്പെട്ട് ക്രിസ്ത്യാനിയായാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, നമ്മുടെ ദാമ്പത്യ ജീവിതം ഇവിടെ തീരുകയാണ്. എന്റെ ജ്യേഷ്ഠൻ വന്നപ്പോൾ ശരിയായ നിലയിലാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മദ്യപിക്കുവാനല്ല, കൊലപാതകത്തിനോ വ്യഭിചാരത്തിനോ അല്ല, സത്യദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്.
അത് നിനക്കിഷ്ടമില്ലാതെയാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്തു. ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം വന്ന് നല്ല മാന്യമായ ഒരു ശവടക്ക് തന്നുള്ള ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറഞ്ഞ് എന്റെ ജ്യേഷ്ഠൻ. സാത്താൻ വലിയ തന്ത്രശാലിയും ആവശ്യമില്ലാത്ത ഭീഷണി മുഴക്കുകയും ചെയ്യുന്നവനാണ്. ദൈവിക ഭാഗത്തേക്ക് വരുന്നതാണ് ഒരാൾ തടസ്സമെങ്കിൽ അതിനെ നിസ്സാരമായി എറിഞ്ഞു കളയുക എന്നുള്ളതാണ് ഒരു മാന്യന്റെ ലക്ഷണം. അത് ഭാര്യയാണെങ്കിലും അപ്പനാണെങ്കിലും. എന്റെ ജ്യേഷ്ഠൻ സ്നാനപ്പെടുവാനായി വന്ന രംഗം ഞാൻ ഓർക്കുന്നു. മീശയൊക്കെ എടുത്ത് ആളിന് വലിയ മാറ്റം. ഇതൊന്നും ആരും പറഞ്ഞില്ല. മീശ എടുക്കുക എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിന്റെ ലക്ഷണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ സംസ്കാരമാണ്. ഒക്കെ സാധാരണ ക്ലീൻ ഷേവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മാന്യതയുടെ ലക്ഷണമായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോന്നാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഏതായാലും ഏതിന്റെയും നമ്മൾ എന്തിന് ചെയ്യുന്നു എന്നതിന്റെ ഉദ്ദേശത്തിലാണ് അത് ശരിയോ തെറ്റോ എന്ന അടിസ്ഥാനമായിരിക്കണം. ഇതിന് വലിയ പ്രാധാന്യമുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരു പ്രാവശ്യം ഒന്ന് എടുത്തു കളഞ്ഞു നോക്കണം. കളയാൻ നമുക്ക് പ്രയാസമാണെങ്കിൽ അതിലെന്തോ പ്രാധാന്യമുണ്ട്. പ്രാധാന്യം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കളഞ്ഞുകൂടാ? ഇപ്പോൾ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട് കളയുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കണം. അതല്പം ഷൈൻ ചെയ്യാനാണെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കാം. വലിയ മാറ്റമാണ് ഉണ്ടായത്. വലിയ മാറ്റമാണ് ഉണ്ടായത്. എന്റെ ജ്യേഷ്ഠൻ എന്നെ അറസ്റ്റ് ചെയ്യിക്കുമെന്ന് പറഞ്ഞ് എന്റെ ജ്യേഷ്ഠൻ കൂപ്പുകൈകളോടുകൂടെ എന്റെ അടുക്കൽ മുണ്ടിയപ്പള്ളിയിലുള്ള, മല്ലപ്പള്ളിക്കടുത്തുള്ള മുണ്ടിയപ്പള്ളിയിലുള്ള ഒരു ജലാശയത്തിൽ ഇറങ്ങി വന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ പിടിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നവനായ ദൈവമാണ്. ദൈവമേ, നീ ഇറങ്ങിയിരിക്കുന്ന മാർഗം സത്യമാണെങ്കിൽ, അത് സത്യമാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, അത് ദൈവം അംഗീകരിച്ചിരിക്കുന്നെങ്കിൽ ഒരിക്കലും നീ ആരുടെയും പുറകെ പോകേണ്ടി വരികയില്ല. നിന്നെ എതിർക്കുന്നവർ നിന്റെ പുറകെ വരികയല്ലാതെ നീ ഒരിക്കലും ഈ മാർഗം വിട്ട് വ്യതിചലിച്ച് പുറകെ പോകേണ്ട ആവശ്യം വരികയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ ജ്യേഷ്ഠൻ മാത്രമല്ല, എന്റെ ജ്യേഷ്ഠന്റെ 2 മക്കളെ സ്നാനപ്പെടുത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. സ്നാനത്തിന് ശേഷമാണ് എന്റെ ജ്യേഷ്ഠത്തി പറഞ്ഞ ഈ കാര്യം എന്നോട് പറഞ്ഞത്. ആത്മഹത്യ ചെയ്യുമെന്നുള്ള എന്റെ ജ്യേഷ്ഠത്തിയുടെ വാക്കുകൾ എന്നെ ഭയപ്പെടുത്തിയ വിഷയം ക്രിസ്തുവിന്റെ സ്നേഹവുമായിട്ടുള്ള ബന്ധത്തിലാണ്. യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ ആത്മഹത്യ ചെയ്താൽ അത് മുഖാന്തരം ക്രിസ്തുവിന്റെ നാമത്തിനുണ്ടാകാവുന്ന അപമാനം, ജനങ്ങൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന രീതികൾ, ഇവ എന്നെ ഭയപ്പെടുത്തി. സ്ത്രീ എന്ന ബലഹീന പാത്രം, ആ വീട്ടിലിരിക്കുന്ന വിഷം, ഇവയെല്ലാം എന്നെ അല്പമല്ലാത്ത പ്രയാസത്തിലേക്ക് നയിക്കുകയുണ്ടായി. ഞാൻ വേഗം എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങളുടെ സഭ കൈയോട് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു സഭയിലാണ് ഞാനിന്ന് ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾക്ക് തോന്നും അതെങ്ങനെയാണെന്ന്. ഈ 992 മുഴുവൻ അവിടെ പ്രാർത്ഥന നടക്കുകയാണ്. ചെയിൻ പ്രയർ. ഒരാൾ അരമണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ മതിയാകും. 24 മണിക്കൂറും ഓരോ പ്രാവശ്യം 2, 3, 4 പേർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 92 മുഴുവൻ ഞങ്ങളുടെ സഭ ഉപവാസ പ്രാർത്ഥനയിലാണ്. 365 ദിവസം ഒരു സഭ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണത്. ഞങ്ങളുടെ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ ഒരാൾ 1-2 ദിവസം ഉപവസിച്ചാലും, ചർച്ചിലുള്ള എല്ലാവരും കൂടി ഉപവസിച്ചാലും, ഈ 2 വർഷം തുടർച്ചയായിട്ട് ഉപവസിക്കുവാനായിട്ടുള്ള ദിവസം ഉണ്ടാകും. അത് നമ്മുടെ ചർച്ചകളിലും മാതൃകയായിട്ട് എടുക്കുന്നത് നല്ലതാണ്. ഞങ്ങളുടെ ചർച്ച് കൈയോട് കൈയോർത്ത് പിടിച്ച് പ്രാർത്ഥനയായി. ഞാൻ എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ കടന്നിരുന്നു. ഒരു ചെറിയ യോഗം അവിടെ സംഘടിപ്പിച്ചു, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രം. എന്റെ ജ്യേഷ്ഠത്തി ആ യോഗത്തിൽ എഴുന്നേറ്റു. ഈ ബൈബിളും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇനി മരണം വന്നാലും കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. ഇന്ന് എന്റെ ജ്യേഷ്ഠൻ താമസിക്കുന്ന ഇപ്പോഴത്തെ വീട്ടിൽ അവിടെ ഒരു ആരാധന ഉണ്ട്. ഉദ്ദേശം 10-25 പേര് ആരാധിക്കുന്ന ഒരു ചെറിയ ആരാധനാ യോഗം.
ഇന്നെന്റെ ജ്യേഷ്ഠൻ പാർക്കുന്ന ഇപ്പോഴത്തെ വീട്ടിൽ ഉണ്ട്. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ എന്റെ വീട്ടിൽ നടന്ന മറ്റൊരു സംഭവം കൂടെ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ എന്റെ അമ്മയ്ക്ക് എന്നോട് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന പ്രയാസം ഒരു ചെറിയ വിഷയത്തിലായിരുന്നു. കാരണം എന്റെ അമ്മയോട് നാട്ടിലുള്ള ആരോ പറഞ്ഞു കൊടുത്ത ഒരു ചിന്തയാണ്. അമ്മയോട് പറഞ്ഞു, ചേച്ചി, നിങ്ങളുടെ മകൻ ഇങ്ങനെ ഈ ക്രിസ്ത്യമാർഗത്തിൽ പോയാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പൊതുകാര്യങ്ങൾ വരികയോ ഒരു വിവാഹം വരികയോ അല്ലെങ്കിൽ ബന്ധുക്കാരുടെയും സ്വന്തക്കാരുടെയും മതക്കാരുടെയും ഒക്കെ ഒരു ആവശ്യം വരികയോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നിങ്ങൾക്കൊരു മകളുണ്ട്, അവളുടെ വിവാഹത്തെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്നെന്റെ അമ്മയോട് ചിലർ പറഞ്ഞു. എന്റെ അമ്മയ്ക്ക് അതൊരു വലിയ ഷോക്കായിരുന്നു. എന്റെ അമ്മ എന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ, നീ നിന്റെ കൊച്ചു പെങ്ങളെ ഓർത്ത് ഞങ്ങളെ അപമാനിക്കരുത്. അന്ന് എന്റെ സഹോദരിക്ക് ഉദ്ദേശം ഒരു 5-6 വയസ്സ് പ്രായമേ കാണുകയുള്ളൂ. അപ്പോൾ എന്റെ ആ സഹോദരി വളർന്ന് വിവാഹപ്രായം എത്തുമ്പോൾ ഞാൻ യേശുവിനെ സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ എന്റെ സഹോദരിക്ക് ഒരു വിവാഹം നടക്കില്ലെന്നുള്ള ചിന്തയാണ് എന്റെ അമ്മയെ ഭരിച്ചത്. ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, കർത്താവിനെ സ്വീകരിച്ചത് കൊണ്ട് എന്റെ സഹോദരിക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല, അവളുടെ ഭാവിക്ക് ഒരു കുറവും സംഭവിക്കുകയില്ല. എന്റെ സഹോദരി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവൾ സ്നാനപ്പെട്ടു. ദൈവം അവളെ പരിശുദ്ധാത്മാവിൽ നിറച്ചു. അന്ന് ഞാൻ സ്നാനപ്പെടുത്തിയ എന്റെ ജ്യേഷ്ഠൻ സുകുമാരൻ എന്റെ സഹോദരിയുടെ അടുക്കളയിലേക്ക് എന്ന അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന എന്റെ സഹോദരിയെ കുത്തുവാനായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന വിറക് കമ്പുകൾ എടുത്തതാണ്. അവൾ ധൈര്യമായിട്ട് എന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഞാൻ ഈ യേശുവിന് വേണ്ടി ജീവിക്കും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവൾക്ക് ഒരു 19 വയസ്സ് പ്രായമുള്ളപ്പോൾ അവളുടെ വിവാഹം നടന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA പാസ്സായി ഇന്ന് കാലിഫോർണിയയിൽ PhDക്ക് റിസർച്ച് ചെയ്യുന്ന ഒരു യുവ സഹോദരൻ 5 പൈസ സ്ത്രീധനം ചോദിക്കാതെ എന്റെ സഹോദരി വിവാഹം കഴിച്ചു. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ആരും ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല, ലജ്ജിച്ചു പോവുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല എന്നുള്ള ആ വാക്യശകലം എന്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ 100% അന്വർത്ഥമായി തീർന്നിരിക്കുകയാണ്. ഈ കർത്താവിനെ സ്വീകരിച്ചതുകൊണ്ട് ആരാണ് ഇവിടെ പരാജയപ്പെട്ടിട്ടുള്ളത്? ഈ യേശുവിന്റെ വഴികളിൽ നടന്നിട്ട് ആരാണ് ഇവിടെ തകർന്നു പോയിട്ടുള്ളത്? ആരുടെ ഭാവിയാണ് ഇവിടെ അടയപ്പെട്ടിട്ടുള്ളത്? ഓരോറ്റ വ്യക്തിയുടെ പോലും ലോകത്തിൽ ആർക്കും കാണിക്കുവാനായി കഴിയുകയില്ല. നിഷ്കളങ്കമായി നടന്ന് നേർ സംസാരിച്ച് അവന്റെ പാതയിലൂടെ നടക്കുന്ന ആരും ഈ മണ്ണിൽ പരാജയപ്പെടുകയില്ല. ഒരു സാത്താന്യ ശക്തിക്കും അവരുടെ നന്മയെ തടയുവാനായി കഴിയുകയില്ല. ദൈവത്തിന്റെ എല്ലാ വഴികൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ എന്റെ അനുഭവ സാക്ഷ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിന്റെ മുൻപിൽ നാം വരുവാൻ പോവുകയാണ്. കർത്താവ് നമ്മോട് സംസാരിപ്പാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ ആര് പ്രസംഗിക്കുന്നു എന്നതിനേക്കാൾ ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായത്. എനിക്കിന്ന് വളരെ സന്തോഷകരമായ ഒരു കാര്യം, ഹരിയാനയിലെ ബ്രദർ പീറ്ററുമായിട്ട് എനിക്ക് ഒന്നിച്ച് പഠിക്കുവാനായിട്ട് ഒരവസരം ദൈവം തന്നു. ഞങ്ങൾ പല വഴിക്ക് തിരിഞ്ഞു. ഇന്ന് അദ്ദേഹം ഖത്തറിലുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് താൻ ഖത്തറിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുവാനായിട്ടിടയായത്. ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാനായിട്ട് ദൈവമായ കർത്താവ് ഒരവസരം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. പാസ്റ്റർ എബ്രഹാമിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവും അദ്ദേഹത്തിന്റെ ഒരു അനുജനും എന്റെ സ്റ്റുഡൻസ് ആയിരുന്നു. ഇന്ന് കർത്താവിന്റെ ദാസൻ നയിക്കുന്ന ഒരു യോഗത്തിൽ കർത്താവിനെ സാക്ഷിപ്പാൻ ദൈവം എനിക്കൊരു അവസരം തന്ന
ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തിരുവചനത്തിലേക്ക് നാം തിരിയുമ്പോൾ യഹോവയെ അരുളി ചെയ്യണമേ അടിയനിതാ എന്നുള്ള മനോഭാവത്തോട് ഇരിക്കുന്നവരോടാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വചനം റീമയായി തീരുക. ദൈവവചനത്തിന് ഗ്രീക്ക് ഭാഷയിൽ 2 പദപ്രയോഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ലോഗോസ്, വചനം, മറ്റൊന്ന് റീമ, ചൈതന്യമുള്ള വചനം. ലോഗോസ് എന്ന ഈ വചനം വായിക്കുന്നത് കൊണ്ടോ പ്രസംഗിക്കുന്നത് കൊണ്ടോ വലിയ മാറ്റം ആരിലും ഉണ്ടാകണമെന്നില്ല. പ്രസംഗിക്കുന്നയാളിലും ഉണ്ടാകണമെന്നില്ല, കേൾക്കുന്നവരിലും ഉണ്ടാകണം എന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ക്രൈസ്തവ ലോകം ഈ നിലയിലായിരിക്കില്ലായിരുന്നല്ലോ. എന്നാൽ ലോഗോസ് തന്നെ പരിശുദ്ധാത്മാവിനാൽ ജീവനും ചൈതന്യമുള്ളതായിത്തീരും. അത് ഇരുവായത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതായിത്തീരും. അത് പാറയെ തകർക്കുന്ന ചുറ്റികയായിത്തീരും. അത് തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ളതായിത്തീരും. അത് വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്ന കെടാത്ത ബീജമായിത്തീരും. അത് കണ്ണാടിയായിത്തീരും. അതിനാണ് റീമ എന്ന് പറയുന്നത്. അത് പ്രാർത്ഥനയാൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മാത്രമേ സംഭവിക്കൂ. അത് നമ്മളിൽ സംഭവിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോട് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഒരു മൃഗ ഡോക്ടറുടെ ചികിത്സ എന്റെ ഓർമ്മയിലേക്ക് ഓടി വരുന്നു. ഒരു പശുവിന് അസുഖം വന്നപ്പോൾ ഒരു മൃഗ ഡോക്ടറെ ഒരാൾ വിളിച്ചോണ്ട് വന്നു. പശുവിന് 3 ഗുളികയാണ് കൊടുക്കേണ്ടത് അതിന്റെ അസുഖത്തിന്. പക്ഷെങ്കിൽ ഈ 3 ഗുളിക കഴിച്ചിട്ട് ശകലം വെള്ളവും കൂടെ കുടിച്ചോളാൻ പറഞ്ഞാൽ പശുവിന് ചെയ്യാൻ ഒക്കൂ. അതിന് ബുദ്ധിമാനായ ഡോക്ടർ ചെയ്തത് ഒരു കുഴലുണ്ടാക്കിയിട്ട് ഈ ഗുളിക 3 ഈ കുഴലിന്റെ അറ്റത്ത് വെച്ചിട്ട് പശുവിന്റെ വായിൽ വെച്ച് ഊതി ഇറക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ താൻ ഊതി ഇറക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ പശു ഒന്ന് തുമ്മി. ഈ ഗുളിക 3 ഡോക്ടറുടെ വയറ്റിൽ വന്നു. അതുപോലെ ഇവിടെ തുമ്മുന്നവരുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. തുമ്മാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരാശ്വാസമായിരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അംഗീകരിക്കുവാനുള്ള ഒരു ഹൃദയ വിശാലതയോടെ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് ഒരു ഭവനമൊരുക്കുവാൻ പോകുന്നു. ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമുക്ക് ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. യോഗം ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ യോഗത്തിന്റെ ശ്രദ്ധയെ മാറ്റുന്ന ഒന്നും നടക്കരുത് എന്ന് പറഞ്ഞാൽ ആ വചനത്തിന്റെ ഒഴുക്കിനെ തടയുന്ന ഒരു ചലനം പോലും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇരിക്കുമ്പോൾ ഒന്ന് എഴുന്നേക്കാൻ തോന്നുക, അവിടെ അങ്ങ് ഇരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ആ ശ്രദ്ധ പോവുകയാണ്. ഒരു ചലനം പോലും. ആർക്കെങ്കിലും എന്തെങ്കിലും കത്തോ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റേജിൽ എല്ലാവരും ആ ഭയഭക്തിയോട് നമുക്കായിരിക്കാം. നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവിന്റെ സാന്നിധ്യമാണ് ഇവിടെ വിഷയം. നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. നാം വായിച്ച വചനം റീമയായി മാറട്ടെ. അത് ചൈതന്യമുള്ളതായി തീരട്ടെ. അത് രോഗികളെ സൗഖ്യമാക്കട്ടെ. വേദനയുള്ളവരുടെ വേദനകളെ മാറ്റട്ടെ. ദുഃഖത്തെ ദൂരീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ തേജസ് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരുമാറാകട്ടെ. എല്ലാവർക്കും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിത്യജീവന്റെ മൊഴികൾ അങ്ങയുടെ പക്കലുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു.
ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുന്ന നീറുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമായി, ദുഃഖിക്കുന്ന ഹൃദയങ്ങൾക്ക് സമാധാനമായി, രോഗമുള്ള ശരീരത്തിന് സൗഖ്യമായി, പാപമുള്ള വ്യക്തിക്ക് മോചനമായി അവിടുന്ന് വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണല്ലോ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ച മുഴുവൻ കർത്താവിന്റെ വരവും അതിന്റെ അനന്തര സംഭവങ്ങളെ കുറിച്ചുമുള്ള വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. ദയവായിട്ട് ഇവിടുത്തെ പ്രസംഗങ്ങൾ കാസറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഈ വന്നവർ നാളെയും കടന്നു വന്നാൽ മതി, പുതിയൊരാളെ കൂടെ വിളിച്ചുകൊണ്ട് വരണം എന്നില്ല. സ്ഥലപരിമിതി കൊണ്ടാണിത് പറഞ്ഞത്. ആൾക്കാർ എത്ര വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്, എന്നാൽ വരുന്ന എല്ലാവർക്കും നമുക്ക് ഇവിടെ ഇരുത്തുവാൻ കഴിയാത്തത് കൊണ്ട് ഈ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാസറ്റുകൾ നിങ്ങൾക്ക് അവരുടെ അടുക്കൽ എത്തിക്കുവാനായിട്ട് കഴിയും. ഈ ഓഡിയോ കാസറ്റുകളും ഈ വീഡിയോ കാസറ്റുകളും ഈ യോഗത്തിന് വരുവാൻ കഴിയാത്ത നമ്മുടെ സഹോദരങ്ങളുടെ അടുക്കൽ, നമ്മുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവാനുള്ള ഒരു വലിയ ദൗത്യം നിങ്ങൾ ഏറ്റെടുത്താൽ ദൈവം മഹത്വപ്പെടുകയും അനേകർ ദൈവഭാഗത്തേക്ക് വരുവാൻ ഇടയാകുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വളരെ ഞെരുക്കത്തോടും ഇടുക്കത്തോടുമാണ് ഇരിക്കുന്നത്. എന്നാൽ ഈ കാസറ്റ് ഇട്ട് കേട്ടാൽ ഒറ്റയ്ക്ക് സോഫയിൽ ചാരിക്കൊട്ടർന്ന് വല്ല പെപ്സിയോ വല്ലതും കുടിച്ച് സുഖമായിട്ടിരുന്ന് കാണുമ്പോൾ അത് നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് ഈ വീഡിയോ എടുക്കുന്ന സഹോദരന്മാരെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കാസറ്റ് ഇവിടെ കൊണ്ടുവന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മുഖാന്തരം അനേകരെ കർത്താവ് രക്ഷയിലേക്ക് നയിക്കുമാറാകട്ടെ. വന്ന നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവിന്റെ വരവാണല്ലോ നമ്മുടെ പ്രത്യാശയുടെ വിഷയം. യേശു ക്രിസ്തുവിന്റെ വരവിന് 2 ആമുഖങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തു തന്റെ സഭയ്ക്ക് വേണ്ടി വരുന്ന തന്റെ രഹസ്യ വരവ്. ഉദയനക്ഷത്രം പോലെ, കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ രഹസ്യമായി വന്ന് തന്റെ സഭയെ കർത്താവ് കൊണ്ടുപോകും. രണ്ടാമത്തെ കർത്താവിന്റെ വരവിന്റെ 2ാമത്തെ ആമുഖം തന്റെ സഭയുമായിട്ട് ഒലിവുമലയിലേക്ക് വരുന്നതാണ്. അത് ഉദയസൂര്യനെ പോലെ സകലരും കാണത്തക്ക നിലയിൽ ഈ ലോകത്തെ ഭരിക്കുവാൻ വരുന്ന വരവാണ്. ഈ 2 വരവും നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ നിർഭരവും ഇതിനിടയ്ക്കുള്ള കാലഘട്ടമാകുന്ന മഹോപദ്രവകാലം ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയാനകവുമാണ്. യേശുക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുന്ന പല ഭാഗങ്ങളും ശാസ്ത്രീയമായിട്ട് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു. ഇനി ആ വിഷയത്തിന്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്നലെ വരാത്തവർ ഇന്നലെ ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാസറ്റ് ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ആകാശത്തിലും സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ഉണ്ടാകുന്ന ലക്ഷ്യങ്ങളും മാറ്റങ്ങളും യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ എപ്രകാരമായിരിക്കുമെന്ന് യേശുക്രിസ്തു പ്രവചിച്ച വിഷയങ്ങളാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. എന്നാൽ ഭൂമി യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുവാനായിട്ടുണ്ട്? ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്കതിനാധാരമായിട്ട് വായിക്കാം. നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്. അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ, അവസാനം ഉടനെ അല്ലതാനും എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഭൂമിയിൽ യേശുവിന്റെ വരവിന് മുൻപായി നടക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യുദ്ധങ്ങൾ ഉണ്ടാകുക, യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കുക, ക്ഷാമം ഉണ്ടാകുക, ഭൂകമ്പം അവിടെവിടെയായി ഉണ്ടാകുക, മഹാവ്യാധികൾ അഥവാ രോഗങ്ങൾ ഉണ്ടാകുക. ഇന്നേക്ക് 19 നൂറ്റാണ്ടുകൾക്ക് മുൻപേ യേശു പ്രവചിച്ച ഈ പ്രവചനത്തിന് വിരുദ്ധമായിട്ട് രോഗനിർമാർജനം, ക്ഷാമ നിർമാർജനം, യുദ്ധം ഉണ്ടാകാതിരിക്കുക, ഭൂകമ്പങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുക എന്നിത്യാദി കാര്യങ്ങളിൽ മനുഷ്യനവന്റെ പണവും ആരോഗ്യവും ബുദ്ധിയും കഴിവുകളും ഉപയോഗിച്ചിട്ടും ഇവയെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ അപ്പക്കൊട്ട എന്നറിയപ്പെട്ടിരുന്ന
സോവിയറ്റ് യൂണിയനിലെ ഒരു റിപ്പബ്ലിക്കായിരുന്ന യുക്രൈൻ ഇന്ന് ക്ഷാമത്തിന്റെ പിടിയിലാണ്. ഭക്ഷണത്തിനു വേണ്ടി വലിയ ക്യൂ റഷ്യയിൽ എവിടെയും ദൃശ്യമാണ്. സമ്പദ് സമൃദ്ധമായ പല രാജ്യങ്ങളിലും ഭക്ഷണത്തിന് വേണ്ടിയുള്ള ക്ഷാമമുണ്ട് എന്നുള്ള സത്യം നാം അറിയുന്നില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. ഉയർന്ന ജനങ്ങളുടെ മധ്യത്തിൽ അതറിയുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ ഏതൊരു തള്ളപ്പെട്ട ഒരു സമൂഹമുണ്ട്. അത് ഈ ഖത്തറിലും ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ഷാമം വർദ്ധിക്കുന്ന കാലം, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന കാലം, ഏത് കാലങ്ങളെക്കാളും അധികം ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. നമ്മുടെ കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം പ്രദേശങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ ധാരാളം ഭൂകമ്പങ്ങൾ ഉണ്ടായി. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, ഫിലിപ്പീൻസിൽ, ഇറാഖിൽ, മെക്സിക്കോയിൽ, ചൈനയിൽ ഒക്കെയുണ്ടായ ഭൂകമ്പങ്ങൾ ലക്ഷങ്ങളെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുകയാണ് ചെയ്തത്. ഓരോ വർഷങ്ങൾ കഴിയുന്തോറും ഭൂകമ്പങ്ങൾ ഭൂമിയിൽ വർദ്ധിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും. ചില മാസങ്ങൾക്ക് മുൻപേ ഖത്തറിലായിരുന്ന നിങ്ങൾ ആ യുദ്ധശ്രുതിയെക്കുറിച്ചുള്ള ഭയം എത്രമാത്രം നിങ്ങളെ മാനസികമായി തളർത്തിയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഭയത്തിലേക്ക് നയിച്ച യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഈ മിഡിൽ ഈസ്റ്റിൽ പരന്ന് കഴിഞ്ഞിട്ട് അധികം നാളുകളായില്ലല്ലോ. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ. യേശു പറഞ്ഞു, വലിയ രോഗങ്ങൾ ഉണ്ടാകും, മഹാവ്യാധികൾ ഉണ്ടാകും. ആശുപത്രികൾ വർദ്ധിച്ചു, നല്ല നല്ല ഡോക്ടേഴ്സും നേഴ്സസും നമുക്ക് ലഭിച്ചു. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷെങ്കിൽ മനുഷ്യന്റെ രോഗം വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ല. ഒരു വിധത്തിൽ ആശുപത്രിക്ക് രോഗം വന്ന് മരിക്കാതിരിക്കണമെങ്കിൽ രോഗികൾ വർദ്ധിക്കുക എന്നുള്ളത് ന്യായമായ കാരണമാണ്. ഒരാശുപത്രി ഒരു ദേശത്ത് വരുമ്പോൾ അത്രയും കൂടെ രോഗികൾ അവിടെ വർദ്ധിച്ചെന്നല്ലാതെ രോഗികൾ കുറഞ്ഞതായി ഇതുവരെയും നമ്മൾ കേട്ടിട്ടില്ല. ഒരാശുപത്രിയെ ഉള്ളെങ്കിൽ രോഗികൾ അത്രയും കുറവേ കാണത്തുള്ളൂ. രണ്ടാശുപത്രി വന്നാൽ അത്രയും കൂടുമെന്നല്ലാതെ രോഗികൾ കുറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. പണ്ടെങ്ങും ഇല്ലാത്തത്, ഒരുപക്ഷെ അറിയാത്തതുമായ എത്രയെത്ര രോഗങ്ങളാണ്. പലതും പറയാൻ തന്നെ നമുക്കറിഞ്ഞുകൂടാ. ഈയിടെ ഒരു അമ്മച്ചി പറയുണ്ടായി, എനിക്ക് ഈയിടെ പ്രഷറാണ്. എന്തെല്ലാം രോഗങ്ങൾ, ഏതെല്ലാം സൈസുകൾ. നാട്ടിലൊക്കെ ഇപ്പോൾ കോഡ് ഭാഷ ഉപയോഗിക്കാറുണ്ട്. അല്പം ഹാർട്ടും ശകലം ഷുഗറും ഉണ്ടെന്ന്. അല്പം ഹാർട്ടും ശകലം ഷുഗറും എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് അല്പം അസുഖവും പിന്നെ ശകലം പഞ്ചാരയുണ്ട്. എന്തെല്ലാം രോഗങ്ങൾ, എന്തെല്ലാം രോഗങ്ങൾ. എന്നാൽ ഈ അടുത്ത കാലം വരെ രോഗികളുടെ രാജാവായിട്ട്, രോഗാണുക്കളുടെ രാജാവായിട്ട് ക്യാൻസർ ആയിരുന്നു ഇങ്ങനെ മുടിചൂടാ മന്നനായിട്ട് വിലസിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പുള്ളിക്കാരന് പേടിയുള്ളൊരു സാധനം രംഗത്ത് വന്നിട്ടുണ്ട്. അയാൾ ചോദിക്കും, മറ്റേവൻ വന്നിട്ടുണ്ടോ എന്ന്. ആരാണെന്നറിയാമോ? എയ്ഡ്സ്. അതിന്റെ ആ വൈറസിന്റെ ശരിയായ രൂപം ആർക്കും ഇതുവരെയും വ്യക്തമായി അറിയത്തില്ലെങ്കിലും കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത എയ്ഡ്സിന്റെ വൈറസുകൾ പ്രവേശിച്ചാൽ ഒരാൾക്ക് മരണമല്ലാതെ മറ്റൊന്നുമില്ല. ആയിരങ്ങൾ മരിച്ചു കഴിഞ്ഞു, ലക്ഷങ്ങൾ മരിച്ചു കഴിഞ്ഞു. ജനകോടികൾ അതിന്റെ വൈറസുമായി മരണവും പേര് നടക്കും. ആരിലെല്ലാം ഉണ്ട് എന്ന് എളുപ്പം അറിയുവാൻ കഴിയുകയും 6-7 വർഷം കഴിയുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യപ്പെടും. അവന്റെ പ്രതിരോധ ശക്തിയെ നശിപ്പിക്കും. മരണത്തിന്റെ കയത്തിലേക്ക് പിന്നെ അവൻ ആഴ്ന്നിറങ്ങുകയാണ്. നിരപരാധികളിൽ ഇതുണ്ടാകാമായിരിക്കാം. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ നാം കണ്ടുവരുന്നത് അബദ്ധസഞ്ചാരികളിലാണ്. മയക്കുമരുന്നുകളിലും മറ്റ് അധോലോക പ്രവർത്തകരിലും നാം കാണുന്നു. പ്രോസ്റ്റിറ്റ്യൂട്ട്സുകളിൽ ഇത് ധാരാളമുണ്ട്. ബോംബെയിലെ ചുവന്ന തെരുവിലും മെഡ്രാസിലും കൽക്കട്ടയിലും ഇവ ധാരാളമാണ്. ഇന്ത്യയിൽ തന്നെ ഈ രോഗം വന്ന് മരിച്ചവരുടെ സംഖ്യ 100-ലധികം കഴിഞ്ഞു. ഔദ്യോഗികമായിട്ട്
ആരും അറിയാത്ത എത്രയെത്ര കണക്കുകൾ. ഒരു മലയാളി സഹോദരിയെ, ഒരു നേഴ്സായിരിക്കുന്ന ഒരു സഹോദരിയെ പ്രാർത്ഥിക്കുവാനായിട്ട് വന്ന രംഗം ഞാൻ ഓർക്കുന്നു. അവളുടെ തലമുടിയെല്ലാം പൊഴിഞ്ഞിരുന്നു, അവളുടെ ശരീരം ശോഷിച്ചുകൊണ്ടിരുന്നു. അവളുടെ ഭർത്താവിനും അവൾക്കും ഇതാണ് രോഗം എന്നവർ പറയുണ്ടായി. ഇന്നത്തെ ന്യൂക്ലിയർ വെപ്പൺസിനേക്കാൾ, സാത്താൻ ഹുസൈന്റെ ബയോളജിക്കൽ വെപ്പൺസിനേക്കാൾ മാനവലോകം ഏറ്റവും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വൈറസാണ്. അത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മരണം മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്കറിയാമോ മറ്റൊരു കാര്യം? ഈ രോഗമുള്ളവർക്ക് ഒരു പ്രത്യേക സ്പിരിറ്റ് ഉണ്ടാകും, ഹേറ്റിംഗ് സ്പിരിറ്റ്. ഇത് മറ്റൊരാളിൽ സ്പ്രെഡ് ചെയ്യുവാൻ. അമേരിക്കയിൽ ഹാംബർഗറിൽ ഇത് കഴിക്കുന്നവരിൽ എയ്ഡ്സ് പിടിവിടുവാൻ അതിന്റെ അണുക്കളെ വരത്തക്ക നിലയിൽ അത് കേറ്റുവിട്ട വിദഗ്ധന്മാരെ പിടിച്ചിട്ടുണ്ട്. ചില സഹോദരിമാരായ നഴ്സസ് ഇങ്ങനെ പറയുണ്ടായി, ഈ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ ഇത് നമ്മളിലേക്ക് വരുവാനുള്ള എല്ലാ പരിപാടികളും അവർ ചെയ്യും. തുപ്പുവാൻ കഴിഞ്ഞാൽ തുപ്പും, കടിക്കാൻ കഴിഞ്ഞാൽ കടിക്കും. അവരൊരു പ്രത്യേക നിലയിലേക്ക് മാറുകയാണ്. ആ രോഗം വർദ്ധിക്കുകയാണ്. വലിയ വികസിത രാജ്യങ്ങളിൽ ഈ ചെറിയ കൊതുക് വരുമ്പോൾ സ്കാട്ട് മിസൈലിനെ കണ്ട് മേടിച്ചോടിയതിനേക്കാൾ വേഗതയില്ല, കൊതുക് വരുന്ന ഓടിക്കൊള്ളാനാ പറയുന്നത്. കാരണം ഇവൻ ഈ രക്തവുമായിട്ടാണോ വരുന്നുള്ള സംശയം. വളരെ രസകരമായ ഒരു സംഭവം ഈ അടുത്ത സമയത്ത് ഉണ്ടായി. ഒരാള് എയ്ഡ്സ് രോഗിയാണെന്നും പറഞ്ഞ് പിടിച്ച് ലോക്കത്തിൽ കൊണ്ടുപോയിട്ടു. ഇവൻ നോക്കിയപ്പോൾ ഇത് തന്നെതാക്കാം. ഇവനെ പതുക്കെ അഴിച്ചങ്ങോട്ട് വിട്ടപ്പോൾ എസ്ഐയുടെ മുമ്പിലോട്ട് എന്നിട്ട് പറഞ്ഞു, ഇനെ ഇപ്പൊ ഞാൻ കടിക്കൂടാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, അയ്യോ എന്നെ കടിക്കല്ലേ, പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞു. എസ്ഐ പോലീസിനെ വിട്ട് പൊറോട്ട കൊണ്ടുവന്നു. പാല് കൊണ്ടുവരാൻ പറഞ്ഞു. ഇയാൾ ഇത് കഴിച്ച അവിടെ വിരസിയാണ്. പോലീസുകാർക്ക് അടുക്കാൻ പേടി. ഞാൻ തുപ്പും നീ അടുത്താലെന്നാ പറയുന്നത്. എല്ലാം വിറച്ച മനുഷ്യന്റെ മുമ്പിൽ കഴിഞ്ഞ കാര്യം. അതും ഒരു മലയാളിയാണ്. അവൻ എന്ത് വന്നാലും മുതലാക്കിയെടുക്കും. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു. അബദ്ധസഞ്ചാരികൾ ഭയപ്പെടട്ടെ, ദുർമാർഗികൾ വിറയ്ക്കട്ടെ. മരണത്തിന്റെ വൈറസുകൾ അവിടെല്ലാം നിന്നെ പതിയിരിക്കുന്നുണ്ട്. അതതിന്റെ ആരംഭത്തിൽ അറിയത്തില്ലെങ്കിലും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അത് പാതാളത്തിലേക്ക് നിന്നെ കൊണ്ടുപോകും. യേശു പറഞ്ഞു, മഹാവ്യാധികൾ അവിടെവിടെയായി ഉണ്ടാകും. AD 26 അടുത്ത കാലഘട്ടത്തിൽ യേശു പറഞ്ഞ പ്രവചനം 100% നിറവേറിയെന്ന് നാം നമ്മുടെ തല ഉയർത്തി നോക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. യുദ്ധമില്ലാത്ത ഒരു രാജ്യത്തിലേക്ക്, ക്ഷാമമില്ലാത്തൊരു രാജ്യത്തിലേക്ക്, ഭൂകമ്പമില്ലാത്തൊരു രാജ്യത്തിലേക്ക്, രോഗമില്ലാത്തൊരു രാജ്യത്തിലേക്ക് നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ വേഗം വരുവാൻ പോകുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. കടലിൽ യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ കടലിൽ ചില സംഭവവികാസങ്ങൾ നടക്കണം. 21-ാം അധ്യായം 25-ാം വാക്യം നമുക്ക് വായിക്കാം. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടി പരിഭ്രമമുണ്ടാകും. കടലിന്റെ ഓളങ്ങൾ നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. കടലിൽ സംഭവ വികാസങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെ അടുത്ത സമയത്ത് കായലുകളിലുള്ള പല മത്സ്യങ്ങൾക്കും ഒരു പ്രത്യേക അസുഖം നേരിട്ടു. അതിന്റെ ആ ശരീരം അങ്ങ് പൊളിഞ്ഞു പോകുകയാണ്, ദ്രവിച്ച് ചീഞ്ഞ് അഴുകി പോവുകയാണ്. പിന്നെ തലയും വാലും കാണും, അവൻ ചാകാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് പിടിച്ചവരും അത് വാങ്ങി വിറ്റവരും അതുകൊണ്ട് ഉപജീവിച്ചവരുമായ ജനങ്ങൾ വലിയ പരിഭ്രമത്തിലായിരുന്നു. സദാം ഹുസൈൻ 100 കണക്കിന് എണ്ണകളുടെ ബാരൽ കടലിൽ പരത്തിയ സമയത്ത് മത്സ്യബന്ധനത്തോടുള്ള ബന്ധത്തിൽ
ജനങ്ങളിൽ ഒരു വലിയ നിരാശ പകർന്നു. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കടലിലെ ഓളങ്ങൾ നിമിത്തം ജാതികൾക്ക് നിരാശ ഉണ്ടാകുമെന്നാണ്. ഇന്ന് ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂട് വർദ്ധിക്കുവാൻ ഒരു കാരണമുണ്ട്. സൂര്യനിൽ നിന്നും വരുന്ന ഈ പ്രകാശകിരണങ്ങൾ തിരിച്ചു പോകുവാനുള്ള ഒരു സംവിധാനം കൂടെ, ആ ചൂട് തിരിച്ചു പോകുവാനുള്ള ഒരു സംവിധാനം കൂടെ ദൈവം ഈ പ്രകൃതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ കാർബൺ, ഈ വാതകം ഇവിടെ വർദ്ധിക്കുന്നത് കൊണ്ട് ആ ചൂടിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടേക്ക് തിരിച്ചുവിടുകയാണ്. തന്മൂലം ഇവിടെ ചൂട് വർദ്ധിക്കുകയാണ്. ഇവിടെ ചൂട് വർദ്ധിച്ചാൽ നമുക്കിങ്ങനെ ചൂടുണ്ടാകുകയല്ല സംഭവിക്കാൻ പോകുന്നത്. കടലുകളിലും ഹിമാലയം പോലുള്ള സ്ഥലങ്ങളിലും ഈ വെള്ളത്തെ ദൈവം ഐസാക്കി സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അത് ഉരുകാൻ തുടങ്ങിയാൽ രാജ്യങ്ങൾ കാണുകയില്ല. ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായ പ്രകാരം ഇതുപോലുള്ള കൊച്ചു ദ്വീപുകൾ ചില നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ കാണുകയില്ലെന്നാണ്. അവ വെള്ളത്തിൽ മൂടിപ്പോകും. അത് കടലിന് അടിയിലായി പോകും. അമേരിക്കയുടെ തന്നെ ചില ഭാഗങ്ങൾ ചില നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ കടലായി തീരുമെന്നുള്ളതാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് കാണുന്ന പല രാജ്യങ്ങളും കടലിനടിയിൽ മാറി മീനുകൾ, കാറുകൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഈ പാതകളിൽ, ജനങ്ങൾ നടന്നുകൊണ്ടിരുന്ന പാതകളിൽ വലിയ തിമിംഗലവും മീനുകളും സഞ്ചരിക്കുന്ന കാലമുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ ഓളങ്ങൾ, തിരമാലകൾ കേൾക്കുമ്പോൾ അവന്റെ കാലുകൾ വിറയ്ക്കും. എവിടേക്ക് പോകും? എവിടേക്ക് ഓടിപ്പോകും? കേരളത്തിൽ തന്നെ ഒരു കാലത്ത് കരയായിരുന്ന പല ഭാഗങ്ങളും ഇന്ന് കടലിലാണ്. അപൂർവം ചില ഭാഗങ്ങൾ കടലായിരുന്നത് കരയുമായിട്ടുണ്ട്. എന്നാൽ ഈ വാക്കിന്റെ അർത്ഥം, അതിന്റെ അർത്ഥത്തിൽ ഇപ്പോൾ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് വന്നാലും താമസമന്യേ ദ്വീപ സമൂഹങ്ങളെ ആ നടിക്കുന്ന തിരമാലകൾ അതിനെ മുക്കിക്കളയുമ്പോൾ മനുഷ്യൻ ഭയത്തോടുകൂടെ എല്ലാം ഉപേക്ഷിച്ച് ഒന്നുമെടുക്കുവാൻ കഴിയാതെ, പ്രാണനെ പോലും രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു പശ്ചാത്തലത്തിലെത്തും. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അണിയറയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശു പറഞ്ഞു, യുദ്ധങ്ങളുണ്ടാകും, ക്ഷാമങ്ങളുണ്ടാകും, ഭൂകമ്പങ്ങളുണ്ടാകും, കടലിൽ ഓളങ്ങൾ വർദ്ധിക്കും, മഹാവ്യാധികൾ ഉണ്ടാകും. ഇതെല്ലാം തന്റെ വരവിന്റെ അടയാളങ്ങളായി പറഞ്ഞത് ഇന്ന് നാം നമ്മുടെ കണ്ണിന്റെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹഗ്ഗായിയുടെ പ്രവചന പുസ്തകത്തിലേക്ക് നാം വരികയാണെങ്കിൽ 2-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ യേശുവിന്റെ വരവിന് മുൻപേ കടലും കരയും സകല ജാതികളും ഇളങ്ങി മറിയുന്ന ഒരനുഭവത്തിലേക്ക് എത്തും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിലെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. സകല ജാതികളുടെയും മനോഹര വസ്തുവായ യേശു വരുന്നതിന് മുൻപേ കടലിനെ ഇളക്കും, കരയെ ഇളക്കും, ആകാശത്തെ ഇളക്കും, സകല ജാതികളെയും ഇളക്കും. അതാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ യുദ്ധങ്ങൾ എത്ര ഭയാനകമാണ്. ആർക്കും സ്വൈര്യമായി യാത്ര ചെയ്യുവാൻ കഴിയില്ല. തീവ്രവാദികൾ ജാതികളിൽ ഇളക്കം തട്ടിയിരിക്കുന്നു. എവിടെയും കൊലയും കൊള്ളിവെപ്പും, ഒരിടത്തും സമാധാനമില്ല. ഒരു ഇലക്ഷൻ നടന്നാൽ തന്നെ 100 കണക്കിന് ആൾക്കാർ മരിക്കുന്നു. ആ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നു. തീവ്രവാദികൾ പിടിച്ചെടുക്കുന്നു, അതിനെ വീണ്ടും തകർക്കുന്നു. എവിടെയും രക്തപ്പുഴകൾ. ലോകം മുഴുവനും ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാതെ ഇളകിക്കൊണ്ടിരിക്കുന്നു. കടലിളകുന്നു, കരയിളകുന്നു, ആകാശം ഇളകുന്നു, സകല ജാതികളും ഇളകുന്നു. യേശുവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് ഈ സംഭവങ്ങൾ വിളിച്ചു പറയുകയാണ്. സകല ലോകത്തിന്റെയും മനോഹര വസ്തുവായ, കടലിന്റെ സൃഷ്ടിതാവായ, കരയുടെ സൃഷ്ടിതാവായ, മാനവലോകത്തിന്റെ സൃഷ്ടിതാവായ, നമ്മുടെ രക്ഷകനായ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനായ, സുന്ദരനായ, മനോഹര വസ്തുവായ നമ്മുടെ കർത്താവിന്റെ വരവിന്റെ മാറ്റലുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കപ്പൽ തുറമുഖത്തോട് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബോട്ട്
അതിന്റെ ബോട്ട് ജട്ടിയോട് അടുക്കുമ്പോൾ ഇരുവശങ്ങളിലും ഓളങ്ങൾ ഉണ്ടാകും. ആ ഓളങ്ങൾ ചിലപ്പോൾ കൊച്ചു വള്ളങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനമാടുന്നത് പോലെ ആക്കിയെന്ന് വരും. പക്ഷെങ്കിൽ ആ ഓളങ്ങൾ കാണുമ്പോൾ ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം. ആ ഓളങ്ങൾ ഉണ്ടാകുന്നതിന് വേറൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബോട്ട്, ഒരു കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ വരവിന് മുൻപേ ഈ ലോകത്തിൽ ഏതെല്ലാം ഓളങ്ങൾ ഉണ്ടാകും എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയതാണ് നാം